വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് ദയവ് ചെയ്ത് അങ്ങയുടെ ഈ വർഗീയ പരാമർശങ്ങൾ അവസാനിപ്പിക്കുക. നമ്മുടെ നാടിനുണ്ടായിരുന്ന സെക്കുലർ ഫാബ്രിക്, സമൂഹത്തിൻ്റെ ഒരു മതേതര ഫാബ്രിക് ഉണ്ട്, അതിനെ അങ്ങ് കൂടുതൽ ശക്തമാക്കാൻ ഉപയോഗിക്കുക. ഒരു പ്രമാണിയാണ് എന്നുള്ളത് കൊണ്ട് ആ സമുദായത്തിലെ മുഴുവൻ ആളുകളും അങ്ങേ ഒരു പക്ഷേ പിന്തുണയ്ക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ അങ്ങേക്ക് ഉണ്ടാവരുത്. ശ്രീനാരായണീയ ദർശനങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കിയ മനുഷ്യർ അങ്ങയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ചിരിക്കുകയായിരിക്കും ചെയ്യുക. അത് അങ്ങയെ കൂടി പരിഹസിക്കുന്ന നിലയിലേക്ക് മാറും. അതുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശന് അതെങ്കിലും ബോധ്യമാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. എന്താണ് ഈ അപകടം ഉണ്ടാക്കാൻ പോകുന്നത്? ഇതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആരായിരിക്കും? അത് അങ്ങയുടെ മകൻ്റെ രാഷ്ട്രീയമാണ്, അങ്ങയുടെ ഭാര്യയുടെ രാഷ്ട്രീയമാണ്. ഒരുപക്ഷെ അങ്ങയുടെ ഭാര്യയും മകനും നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അങ്ങ് ഇടതുപക്ഷത്തിൻ്റെ മറയിൽ നിന്നുകൊണ്ട് അങ്ങ് ഈ വെട്ടുന്ന വഴി ഏതാണെന്ന് മനസ്സിലാക്കാൻ ഉത്തരവാദിത്വപ്പെട്ടവർക്ക് കഴിയട്ടെ എന്നും മാത്രമേ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളൂ. റാഹി റഷീദിനോടൊപ്പം തന്നെയാണ്. റാഹി റഷീദിൽ മാത്രമല്ല, ആ പേരുകാർക്കും ആ പേരും ആ ഐഡൻറ്റിറ്റിയുമുള്ള എല്ലാ മനുഷ്യർക്കും ഒപ്പമാണ്. അവരെ ഒന്നും പേരും ഊരും തൊഴിലും കൊണ്ട് നിങ്ങൾക്ക് വേർതിരിച്ച് കാണാൻ ഈ നാട് അനുവദിക്കില്ല എന്നും പ്രതീക്ഷയിൽ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ മണ്ണാണ്. ഇത് വർഗീയ ജൽപ്പനം തുള്ളുന്ന വിശ്വ ഹിന്ദു പരിഷത്തുകാരുടെ നാടല്ല.